ത്തേക്ക് ഇറങ്ങുന്നതും സമരം നയിക്കുന്നതും ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നതുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു 2010 വരെയൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ക്രിയേറ്റീവ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ UDF മുമ്പോട്ട് വെച്ചു. അത് കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ അത് പ്രാവർത്തികമാക്കി. കഴിഞ്ഞ 5 വർഷക്കാലം UDF ഹർത്താലുകളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹർത്താലുകളോട് ഞങ്ങൾ നോ പറഞ്ഞു. അപ്പോ പൊതുമുതൽ നശിപ്പിക്കുന്നത് മാത്രമല്ല ഒപ്പോസിഷന്റെ പണി, പ്രതിപക്ഷത്തിന്റെ പണി എന്നത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പൊ ജെൻസികൾ, ജെൻ ആൽഫകൾ, 90 കിഡ്സ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു 30 വയസ്സ് 40 വയസ്സിനൊക്കെ ഇടയിലുള്ള ഒരു സമൂഹമുണ്ടല്ലോ, ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവർ കണ്ടുവരുന്നത് ഇത്ര ക്രിയേറ്റീവായ ഏതാ പറയുന്നത് ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷ ശൈലിയാണ്. അവിടെ ഈ പഴയ ശൈലി, ഏത് ചുമപ്പൻ കൊടി പിടിക്കുന്ന, കാറ് തല്ലി തകർക്കുന്ന, അല്ലെങ്കിൽ കട്ടയെടുത്തുകൊണ്ട് കട്ട സഖാവ് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധം, അങ്ങനെയുള്ള പ്രതിപക്ഷ ധർമ്മം അത് ഇനി ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM എന്താണ് പറ്റിയത്? CPM ഇപ്പൊ ഈ സർക്കാർ വന്ന് 2 ആഴ്ച കാലത്തിനിടയിൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം സമരം ചെയ്യുകയാണ്. എവിടെയാണ് സമരം ചെയ്യുന്നത്? മുഖ്യമന്ത്രി നേരിട്ട് ഉദ്ഘാടനം ചെയ്ത, മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നേരിട്ട് ഉദ്ഘാടനം ചെയ്ത 6 മാസം മുമ്പ് 7 മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കെട്ടിടം തകർന്നു വീഴുന്നു. അവിടെ ഡിവൈഎഫ്ഐ സമരത്തിന് പോവുകയാണ്. നോക്കുമ്പോ 6ര കാലത്താണ് ആ കെട്ടിടം പടുന്നത്. അത് പിണറായി വിജയന്റെ കാലത്താണ്. ആരാ ഉദ്ഘാടനം ചെയ്തത്? പിണറായി വിജയനാണ്. പക്ഷേ അത് തകർന്നു വീണത് നിർഭാഗ്യവശാൽ UDF ഭരണത്തിൽ വന്ന് 3ാമത്തെ ദിവസമാണ്. അവിടെ സമരത്തിന് ഡിവൈഎഫ്ഐ പോവുകയാണ്. പണ്ടൊക്കെ ഇത് ഭയങ്കര രസമായിരുന്നു. പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ജനം കൊള്ളാം, ഇവർ മിടുക്കന്മാരാണ്, ഇവർ സമരം ചെയ്യുന്നുണ്ട് എന്ന് കാണുമായിരുന്നു. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു സമൂഹം ഉണ്ടല്ലോ, അവർക്ക് ഈ വിരൽത്തുമ്പിൽ ഡേറ്റ അവൈലബിൾ ആണ്. ഏത് സർക്കാരാണ് ഇത് പണിതിട്ട് എത്ര കാലം? ഞാൻ ഒരു പർട്ടിക്കുലർ വിഷയം പറയില്ല, പൊതുവിൽ അങ്ങനെയാണ്.